بسم الله الرحمن الرحيم. إلى حضرة حبيبنا وشفيعنا محمد المصطفى صلى الله عليه وسلم، وإلى حضرة شيخنا ومربينا وغوثنا وملاذنا الشيخ محمد بن الشيخ محمد القادري الجشتي الجيلي جاديري قدس الله سره العزيز ورضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أصحاب سيدنا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ സംഗമം ഹക്കിന്റെ വഴിയിൽ പൊരുത്തപ്പെട്ട ഒരു സംഗമമാക്കി സ്വീകരിക്കുമാറാവട്ടെ. മഹാന്മാരുടെ വഴിയിലുള്ള നമ്മളുടെ ഈ ഒത്തുചേരൽ നമ്മൾക്ക് എന്നും ഉപകാരപ്പെടുന്ന ഒരു ഒത്തുചേരലാക്കി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഹക്കിന്റെ വഴിയിൽ ഖാദിരിയ ത്വരീഖത്തിന്റെ കാമിലായ ദിക്റിന്റെ വഴിയിൽ നമ്മളുടെ ശൈഖ് തങ്ങൾ ഉപ്പാപ്പാന്റെ ഖദമിലായി നമ്മളെ എന്നെന്നും അടിയുറപ്പിച്ച് നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് രോഗിയായവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ഷിഫായിനെ പ്രദാനം ചെയ്ത് ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹുവിന്റെ റിളയിലായിട്ടുള്ള ജീവിതവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അഥവാ ദിക്റിന്റെ വഴിയിൽ പ്രവേശിച്ചവർ അവർ സഞ്ചാരികളാണ്. സഞ്ചാരം രണ്ടു വിധത്തിലുണ്ട്. അത് വായുമണ്ഡലത്തിലൂടെയുള്ള പറക്കുന്നതും സഞ്ചാരമാണ്, ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നതും കരമാർഗം സഞ്ചരിക്കുന്നതും സഞ്ചാരമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഈ രണ്ട് സഞ്ചാരവും നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. കാമിലായ ദിക്റിന്റെ വഴിയിൽ പ്രവേശിച്ച ഖാദിരിയ ത്വരീഖത്തിന്റെ ഒരു മുരീദായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ അവൻ സയ്യാറായിരിക്കും, അല്ലെങ്കിൽ അവൻ തൊയ്യാറായിരിക്കും, സഞ്ചരിക്കുന്നവനായിരിക്കും കരമാർഗത്തിലൂടെ, അല്ലെങ്കിൽ തൊയ്യാറായിരിക്കും, പറക്കുന്നവനായിരിക്കും. സഞ്ചാരവും ഈ പറക്കലും ഒക്കെ ആത്മാവ് കൊണ്ടുണ്ടാകുന്ന വിഷയങ്ങളാണ്. സാധാരണഗതിയിൽ നമ്മൾ സങ്കല്പിക്കുന്ന സഞ്ചാരമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയാം. ഖഫിയായ ദിക്റിന്റെ വഴിയിൽ പ്രവേശിച്ച ഓരോ മനുഷ്യനും അവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവന് സഞ്ചരിക്കാനുള്ള വാഹനവും അതിനുള്ള ഇന്ധനവും എല്ലാം അവന്റെ കയ്യിലുണ്ട്. ആ സഞ്ചാരത്തെ അവൻ ഒന്നുകിൽ പറക്കാൻ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ അവൻ അല്ലാത്ത വിധത്തിൽ സഞ്ചരിക്കാൻ ഉപയോഗിക്കാം. എന്തു തന്നെയായാലും അവനക്കുള്ള വാഹനവും ഇന്ധനവും ലഭിച്ചു കഴിഞ്ഞു.
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു ആരാധന തേടേണ്ട ആവശ്യമില്ല. ഇനി ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിന് എങ്ങനെ ശക്തി പകരാം എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. ആമുഖമായിട്ട് പറയുകയാണ്. ഇങ്ങനെ പറയാനുള്ള കാരണം, ഓരോ മാസങ്ങൾ കടന്നു വരുമ്പോ, കഴിഞ്ഞ റജബ് മാസമായിരുന്നു, ഇപ്പോ ശഅബാനാണ്. ശഅബാനിന്റെ ബറാഅത്തിന്റെ രാവ്. ഈ രാവിലൊക്കെ ഒരുപാട് പോരിശകളും മഹത്വങ്ങളും പ്രാർത്ഥനകളും ദുആകളുമായി ഒരുപാട് ഫളായിലുകളെ പെരുപ്പിച്ചു പറഞ്ഞുകൊണ്ട് പ്രത്യേകമായ ആരാധനയിൽ മുഴുകുന്നത് നമ്മൾ കാണാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുമ്പോഴും, ആ രാത്രിക്ക് അതിൻ്റെതായ മഹത്വം, ആ മാസത്തിന് അതിൻ്റെതായ മഹത്വം ഉണ്ട് എന്ന് കരുതുമ്പോഴും, നമ്മൾക്ക് സഞ്ചരിക്കേണ്ട എല്ലാവിധ സഞ്ചാരിക്ക് വേണ്ട വിഭവങ്ങളും നമ്മളുടെ കയ്യിലുണ്ട്. ഇനി പുതിയത് ഒരു ദിക്റോ, ഒരു പുതിയൊരു സ്വലാത്തോ, പുതിയൊരു പ്രാർത്ഥനയോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല. ഓരോ സമയത്ത് വരുന്ന അതിന്റെ മഹത്വത്തിലേക്ക് നമ്മളുടെ ദിക്റിനെയും സ്വലാത്തിനെയും ഫാത്തിഹയെയും ചേർത്ത് വെച്ചു കൊടുക്കുകയും നമ്മളുടെ ശൈഖ് തങ്ങളുടെ മേൽനോട്ടത്തിലായി നമ്മൾ മുന്നേറുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധ്യതപ്പെട്ട ഒരു വിഷയം. എന്തു തന്നെയായാലും വരുന്നത് ബറാഅത്തിന്റെ രാവാണ്. ബറാഅത്തിന്റെ രാവ് ശഅബാൻ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാവ് തന്നെയാണ്. ശഅബാൻ എന്നുള്ളത് 5 അക്ഷരങ്ങളാണ് അതിലുള്ളത്. ഷീനും ഐനും ബാഉം അലിഫും നൂനും. ഷീൻ എന്നുള്ളത് സൂചിപ്പിക്കുന്നത് മഹത്വത്തെയാണ്, ഷറഫിനെയാണ്. ഐൻ എന്ന് ഉയർച്ചയെയാണ്. ബാ സൂചിപ്പിക്കുന്നത് ഗുണത്തെയാണ്. വൽ അലിഫു മിനൽ ഇൽഫത്തി. അലിഫ് സൂചിപ്പിക്കുന്നത് ഇണക്കത്തെയാണ്. നൂന് സൂചിപ്പിക്കുന്നത് നൂറിനെയാണ്. മഹാനരായ ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങളുപ്പാപ്പാന്റെ ഗുനിയ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഗ്രന്ഥത്തില് ശഅബാനിനെ കുറിച്ച് പറയുന്ന 1-2 കാര്യങ്ങൾ ഒരു വിശദമായി പറയുന്ന ഭാഗമാണ്. ബറാഅത്തിന്റെ രാവിനെ കുറിച്ച് അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ നമ്മൾ പറയുകയാണ്. വഹുവ ഷഹ്റുൻ, ശഅബാൻ എന്ന് പറയുന്നത് ഒരു മാസമാണ്. തുഫ്തഹു ഫീഹിൽ ഖൈറാത്ത്, ഒരുപാട് ഖൈറുകൾ തുറക്കപ്പെടുന്ന മാസമാണ്. വതൻസിലു ഫീഹിൽ ബറകാത്ത്, ഒരുപാട് ബർക്കത്തുകൾ അവതരിക്കുന്ന മാസമാണ്. വതുത്രകു ഫീഹിൽ ഖതീആത്ത്, പാപങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്ന മാസമാണ്. വതുകഫറു ഫീഹി സയ്യിആത്ത്, തിന്മകൾ പൊറുക്കപ്പെടുന്ന മാസമാണ്. വതക്സുറു ഫീഹി അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈരിൽ ബരിയാത്ത്. ഈ മാസത്തിൽ സൃഷ്ടികളിലെ ശ്രേഷ്ഠരായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പാന്റെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കപ്പെടുന്നു. വഹുവ ശഹ്റുസ് സ്വലാത്തി അലൻ നബിയിൽ മുഖ്താരി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പാന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന മാസമാണ് ശഹ്റുസ് സ്വലാത്ത്, സ്വലാത്തിന്റെ മാസമാണ്. ശഅബാൻ സ്വലാത്തിന്റെ മാസമാണ്.
قال الله تعالى പറഞ്ഞു ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അസ്സലാത്തു മിനല്ലാഹി, അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നുണ്ട് എന്ന് ഈ ആയത്തിൽ പറഞ്ഞത് അല്ലാഹു കരുണ ചെയ്യുന്നുണ്ട് എന്നാണ്. എല്ലാ സമയവും മുത്ത് റസൂലുള്ളാഹിക്ക് റഹ്മത്ത് ഏറ്റി റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടിരിക്കുന്നു. വമിനൽ മലായികതി, മലക്കുകളിൽ നിന്നുള്ള സ്വലാത്ത് എന്ന് പറയുന്നത് അശ്ശഫാഅത്തു, ഷഫാഅത്താണ്. വൽ ഇസ്തിഗ്ഫാറു, ഇസ്തിഗ്ഫാറുമാകുന്നു. വമിനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചൊല്ലുന്ന സ്വലാത്ത് അദ്ദുആഉ വസ്സനാ, അതൊരു പ്രാർത്ഥനയും പുകഴ്ത്തലുമാകുന്നു. വഖാല മുജാഹിദുൻ റളിയല്ലാഹു അൻഹു, മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അസ്സലാത്തു മിനല്ലാഹ്, അല്ലാഹു സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൗഫീഖ് നൽകുക എന്നുള്ളതാണ്. വൽ ഇസ്മത്തു, അതുപോലെ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതത്വം നൽകുക എന്നുള്ളതാണ്. വമിനൽ മലായികതി, മലക്കുകളിൽ നിന്നുള്ള സ്വലാത്ത് അൽ ഔനു വൻ നസ്റത്തു, സഹായമാണ്. വമിനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങള് അല്ലാഹുവിന്റെ റസൂലിന് സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇത്തിബാഉ വൽ ഹുർമത്തു, മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടരുകയും ആദരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. വഖാല ഇബ്നു അത്താഇൻ റഹിമഹുല്ലാഹ്, ഇബ്നു അത്താ റഹിമഹുല്ലാഹ് പറയുന്നത് അസ്സലാത്തു അലൻ നബിയ്യി മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് സ്വലാത്തുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ ഉസ്ലത്തു, ചേർച്ചയാകുന്നു. വമിനൽ മലായികതി, മലക്കുകളിൽ നിന്ന് അർരിഖത്തു, കാരുണ്യമാകുന്നു. വമിനൽ മുഅ്മിനീന അൽ മുതാബഅത്തു അൽ മഹബ്ബത്തു, മുഅ്മിനീങ്ങളിൽ നിന്ന് സ്വലാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്തുടരുകയും സ്നേഹം വെക്കുകയും ചെയ്യലാണ്. ഇങ്ങനെ സ്വലാത്തിന് വിവിധങ്ങളായ പോരിശകളും മഹത്വങ്ങളും പറയുന്നുണ്ട്. ആ വിവിധങ്ങളായ പോരിശകളും മഹത്വങ്ങളുമുള്ള ഒരു സ്വലാത്തിന്റെ മാസമായിട്ടാണ് ശഅബാനിന്റെ മാസത്തെ കാണുന്നത്. അതുമാത്രമല്ല, ബറാഅത്തിന്റെ രാവെന്ന് പറയുന്ന അതിവിശിഷ്ടമായ ഒരു മാസം, ഒരു ദിവസം, ഒരു രാവതിലുണ്ട്. ആ രാവിന്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തു ദുഖാനിലെ ഒരു അധ്യായം തന്നെയുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ഹാമീം, അതിന്റെ വിശദീകരണം മഹാനരായ ഇബ്നു അജീബ തങ്ങൾ പറയുന്നത്, ഹാ എന്ന് പറയുന്നത് അൽ വഹ്യുൽ ഖാസു ഇലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള സവിശേഷമായ സ്പെഷ്യലായിട്ടുള്ള വഹ്യാണ്. വഹ്യിനെ സൂചിപ്പിക്കുന്നതാണ് ഹാ. മീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാമീം എന്ന് പറഞ്ഞാൽ വഹയും, മീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമാണ്. വദാലിക്കൽ വഹയുൽ ഖാസു ബിലാ വാസിതത്തിൻ, ഒരു മാധ്യമമില്ലാതെ, ഒരാളുടെ ഇടയിൽ എന്നുള്ളതില്ലാതെ സവിശേഷമായി കിട്ടുന്ന വഹയ് ഖബറുൻ അൻ സിർരിൻ ഫി സിർരി, സിറിൽ നിന്ന് സിറിലേക്ക് കൈമാറപ്പെടുന്ന വിവരമാണ്, വൃത്താന്തമാണ്. ലാ യത്ലഉ അലാ ദാലിക, ആർക്കും ലാ യുത്ലഉ അലാ ദാലിക, അതിന്റെ മേല് അത് വെളിപ്പെട്ട് മനസ്സിലാക്കാൻ ഒരാൾക്കും കഴിയാത്ത വിധം. അല്ലദീ ബൈനൽ മുഹിബ്ബി വൽ മഹ്ബൂബ്, പ്രേമിയുടെയും പ്രേമഭാജനത്തിന്റെയും ഇടയിൽ മാത്രം നടക്കുന്ന സംസാരമാണ് ഹമീം. പ്രേമിയുടെയും അല്ലാഹുവിന്റെയും പ്രേമഭാജനത്തിന്റെയും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഹബീബിന്റെയും മഹബൂബിന്റെയും ഇടയിൽ ലാ യത്ലഉ അലാ ദാലിക അഹദും മിൻ ഖൽഖില്ലാഹ്, അതിലേക്ക് ആരും വെളിപ്പെടുന്നതല്ല, ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ സിറിൽ നിന്ന് സിറിലേക്ക് കൈമാറപ്പെടുന്ന ഒരു വൃത്താന്തമാണ്. അതിനെക്കുറിച്ചാണ് അല്ലാഹ് സൂറത്തുൻ നജ്മിൽ പറഞ്ഞത്, ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ, തന്റെ അടിമയിലേക്ക് വഹയി കൊടുത്തു. മാ ഔഹ, വളരെ രഹസ്യമായ എന്തെല്ലാമോ വഹയുകൾ. ആ ഫഔഹ ഇലാ അബ്ദിഹി മാ ഔഹ എന്ന് പറഞ്ഞതിൽ ഇശാറത്തുൻ ഇലാ വഹയി സിർരി ഫി സിർരി, രഹസ്യത്തിൽ നിന്ന് രഹസ്യത്തിലേക്കുള്ള കൈമാറ്റത്തെ കുറിച്ചുള്ള വഹയി, ആ വഹയിനെ കുറിച്ചിട്ടുള്ള സൂചനയാണ് ഇവിടെയുള്ളത്. ഹബീബിന്റെയും മഹബൂബിന്റെയും ഇടയിൽ നടക്കുന്ന രഹസ്യമായ ആ വൃത്താന്തത്തിന്റെ കൈമാറ്റമാണ്. വൽ കിതാബുൽ മുബീൻ, കിതാബുൽ മുബീനും തന്നെയാണ് സത്യം. അല്ലാഹുവിന്റെ വഹീനെയും മുത്ത് റസൂലിനെയും മുൻനിർത്തി, വിശുദ്ധ ഖുർആനിനെയും മുൻനിർത്തിട്ട് അല്ലാഹ് പറയുകയാണ്, ഇന്നാ അൻസൽനാഹു, ആ ഗ്രന്ഥത്തെ നാം അവതരിപ്പിച്ചത് ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, വിശുദ്ധമായ അനുഗ്രഹീതമായ രാത്രിയിലാണ്. ആ അനുഗ്രഹീതമായ രാവേദ ഹിയ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിന്റെ 15ാമത്തെ രാവാകുന്നു. വഹിയ ലൈലത്തുൽ ബറാഅത്തി, ബറാഅത്തിന്റെ രാവുമാകുന്നു. വഖാല ദാലിക അക്സറുൽ മുഫസ്സിരീന സിവാ ഇക്രിമ, പുനിയ എന്ന കിതാബില് ആ രാത്രി ലൈലത്തുൽ ബറാഅത്തിന്റെ രാത്രിയാണ് എന്ന് മുഫസ്സിരീങ്ങളിൽ അധിക ആളുകളും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ലൈലത്തുൽ ഖദറിന്റെ രാത്രിക്ക് തുല്യമായ രാത്രിയാണ്. വിശുദ്ധ ഖുർആൻ പല രീതിയിൽ അവതരിച്ചിട്ടുണ്ട്. അപ്പൊ അതിലുള്ള ഒരു അവതരണം ബൈത്തുൽ ഇസ്സയിലേക്ക് അവതരിച്ചത്, അതല്ലെങ്കിൽ മുത്ത് റസൂലുള്ളയിലേക്ക് തന്നെ അവതരിച്ചത്, ഇങ്ങനെ പല രീതിയിൽ അവതരിച്ചിട്ടുണ്ട്. അപ്പൊ ലൈലത്തുൽ ഖദറാണോ അല്ലേ എന്നുള്ളതൊക്കെ സംശയമാകും. അതിനുവേണ്ടി പറയുകയാണ്, 2 രീതിയിൽ 3 രീതിയിലുള്ള അവതരണം നടന്നതിൽ ഒരു രീതിയിലുള്ള അവതരണം നടന്നത് ഈ രാത്രിയിലാണ്. അതുകൊണ്ട് ലൈലത്തുൽ ബറാഅത്ത് എന്ന് പറയുന്നത്, മഹാനരായ ഇബ്നു അജീബ തങ്ങൾ പറയുന്നത്, വല്ലൈലത്തുൽ മുബാറകത്തു, ഈ അനുഗ്രഹീതമായ രാത്രി എന്ന് പറയുന്നത്, ഹിയ ലൈലത്തുൽ വിസ്വാലി വല്ലിത്തിസാൽ, സംഗമത്തിന്റെയും സമാഗമത്തിന്റെയും
ഒരു രാത്രിയാണ്. പ്രേമിയും പ്രേമിക്കപ്പെടുന്നവനും തമ്മിൽ ചേരുന്ന ഒരു രാവാണ്. ഹീനയും തഹാവുജൂദുഹും തന്നെ തന്നെ ഇല്ലാതെയാക്കിയിട്ട് വയതഹഖഖു ഫനാഉഹും തന്റെ പ്രേമഭാജനത്തിലേക്ക് അലിഞ്ഞു ചേർന്നത് പൂർണ്ണമാകുമ്പോ ഉണ്ടാകുന്ന ആ സമാഗമത്തിന്റെ രാവിനെ കുറിച്ചാണ് അനുഗ്രഹീത രാവെന്ന് പറയുന്നത്. വകുല്ലു വഖ്തിൻ യജിദൂന ഫീഹി ഖുലൂബുഹും മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹീതമായ രാവ്, ആ അനുഗ്രഹീതമായ രാവെന്ന് പറയുന്നത് തന്റെ ഹൃദയത്തെ സാന്നിധ്യത്തോടെ കണ്ടെത്താൻ കഴിയുന്ന സമയം ഏതൊക്കെയുണ്ടോ, വയഫ്ഖിദൂന വുജൂദഹും തന്റെ പ്രേമഭാജനത്തെ മാത്രം കണ്ട് തന്നെ ഇല്ലാതെയാവുന്ന സമയം ഏതൊക്കെയുണ്ടോ, ഫഹുവ മുബാറകുൻ അതെല്ലാം അനുഗ്രഹീതമായ രാവാണ്. വഹുവ ലൈലത്തുൽ ഖദ്രി ഇൻദഹും ആ സമയം തന്റെ പ്രേമഭാജനവുമായി ഒത്തുചേരുന്ന സമയം അതെല്ലാം ലൈലത്തുൽ ഖദ്റാകുന്നു, അതെല്ലാം ലൈലത്തുൽ ബറാഅത്താകുന്നു. ഫൈദാ ദാമ ഇത്തിസാലുഹും പ്രേമിയും പ്രേമഭാജനവും തമ്മില് ആത്മാവും തമ്മിൽ ചേർന്ന് നിന്നു കഴിഞ്ഞാൽ, അത് സ്ഥായിയായി സ്ഥിരമായി നിലനിന്നു കഴിഞ്ഞാൽ കാന ഔഖാതുഹും കുല്ലുഹാ ലൈലത്തുൽ ഖദ്ർ വകുല്ലുഹാ മുബാറകത്തുൻ. ആ സമാഗമം തന്റെ ഹബീബിനെയും ഹബീബും മഹബൂബും ചേർന്ന് നിന്നുകൊണ്ട് കണ്ട് സംഗമിച്ച് സന്തോഷിച്ച് ആത്മാവിന്റെ കൂടിക്കാഴ്ചയിൽ നിലനിൽക്കുന്ന ഏതെല്ലാം സമയമുണ്ടോ ആ സമയം മുഴുവനും ലൈലത്തുൽ ഖദ്റാകുന്നു. വകുല്ലുഹാ മുബാറകത്തുൻ അതെല്ലാം ലൈലത്തുൽ ബറാഅത്താകുന്നു. മഹാനരായ കുശൈരി ഇമാം പറയുന്നത് സമ്മാഹ ലൈലത്തൻ മുബാറകത്തൻ, അനുഗ്രഹീതമായ രാവെന്ന് ഈ രാവിനെ കുറിച്ച് പറയാൻ കാരണം ലിഅന്നഹാ ലൈലത്തു ഇഫ്തിതാഹിൽ വുസ്ലത്തി സമാഗമത്തെ തുറക്കുന്ന ഒരു രാത്രിയാണ്. താനേറെ സ്നേഹിച്ച് പ്രിയം വെച്ചുകൊണ്ട് ഓർത്ത് സദാസമയം അതിൽ മുഴുകി അതിന്റെ ദിക്റിലും ഫിക്റിലുമായി കഴിഞ്ഞ് ആ ചേർച്ചയുടെയും കാഴ്ചയുടെയും കണ്ടുമുട്ടലിന്റെയും സംസാരത്തിന്റെയും ആ തുറക്കപ്പെടുന്ന രാവ് ആനന്ദത്തിന്റെ രാവായിരിക്കും. വഅശദ്ദുൽ ലയാലി ബർക്കതൻ അതുകൊണ്ട് തന്നെ ആ രാവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അനുഗ്രഹീതമായിരിക്കും. ലൈലത്തൻ യകൂനുൽ അബ്ദു ഫീഹാ ഹാദിറൻ ബിഖൽബിഹി ആ രാത്രിയിൽ അടിമ ഹൃദയം കൊണ്ട് സാന്നിധ്യമുള്ളവനായിരിക്കും. മുശാഹിദൻ ലിറബ്ബിഹി തന്റെ റബ്ബിനെ കാണുന്നവനായിട്ട്. യതനസ്സമു ബിഅൻവാരിൽ വുസ്ലതി ചേർച്ചയുടെ പ്രകാശങ്ങളെ കൊണ്ട് അവൻ സുഗന്ധം ആസ്വദിക്കുന്നവനായിരിക്കും. കാമിലായ ദിക്ർ കിട്ടിയവനെ സംബന്ധിച്ചിടത്തോളം ആരിഫീങ്ങളായ മശായിഖന്മാര് പറഞ്ഞതുപോലെ അവന് എല്ലാ സമയവും ലൈലത്തുൽ ഖദറാക്കാനും ലൈലത്തുൽ മുബാറക്കത്താക്കാനും കഴിയും എന്നാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് കിട്ടിയ ദിക്റിലൂടെ നമ്മളുടെ മഹബൂബിലേക്ക് നമ്മൾ ഓരോ സമയവും സഞ്ചരിച്ച് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ അടുപ്പത്തിൽ നമുക്ക് ഒരു വുസ്ലത്ത് കിട്ടുന്നുവെങ്കിൽ, സമാഗമം കിട്ടുന്നുവെങ്കിൽ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈലത്തുൽ മുബാറക്കത്തായിരിക്കും, ലൈലത്തുൽ ഖദറായിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് സഞ്ചാരവും പ്രയാണവും മാത്രമാണുള്ളത്. നമ്മൾ ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
നമ്മൾക്ക് ഇനി എന്ത് വിഭവമാണ് വേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. നമ്മൾക്ക് കിട്ടിയ ദിക്റിന്റെയും സ്വലാത്തിന്റെയും ഫാത്തിഹയുടെയും കരുത്തിൽ നമ്മളുടെ ശൈഖ് തങ്ങളോടുള്ള ഹുബ്ബിന്റെ കരുത്തിലായിട്ട് നമ്മൾക്ക് കഴിയുന്നത് പോലെ മനസ്സാന്നിധ്യത്തിൽ മുന്നേറുക. ഞാൻ ആദ്യമായും അവസാനമായും എന്നോട് പറഞ്ഞിട്ട് ഞാൻ ഉണർത്തുകയാണ്. അതുകൊണ്ട് സമാഗമത്തിന്റെ രാവ് ലൈലത്തും മുബാറകത്താണ്. വഅശദ്ദുൽ ലയാലി ബർക്കതാ, ബർക്കത്ത് അതിശക്തമായിട്ടുണ്ടാവുന്ന രാവാണ്. ആ രാവിൽ യകൂനുൽ അബ്ദു ഫീഹാ ഹാദിറൻ ബിഖൽബിഹി, അടിമാവന്റെ ഹൃദയം കൊണ്ട് സാന്നിധ്യമായി നിൽക്കുന്നു. മുഷാഹിദൻ ലിറബ്ബിഹി, റബ്ബിനെ കണ്ടുകൊണ്ട് നിൽക്കുന്നു. യതനസ്സമു ബിഅൻവാരിൽ വുസ്ലതി, ആ കൂടിക്കാഴ്ചയുടെ നൂറുകൾ അവൻ ആസ്വദിക്കുന്നു. വഅഹ്വാലു ഹാദിഹി ത്വായിഫതി, ഈ വിഭാഗത്തിന്റെ ഈ സമാഗമം കിട്ടുന്ന ആളുകളുടെ അവസ്ഥകൾ ഫീ ലയാലിഹിം, രാത്രിയിൽ മുഖ്തലിഫത്തുൻ, വിഭിന്നമായിരിക്കും. വ്യത്യസ്ത രീതിയിലുള്ള അവസ്ഥകൾ അവർക്ക് അനുഭവിക്കാൻ കഴിയും. കമാ ഖാലൂ അൻഷദൂ ലാ അളിമുൽ ലൈല വലാ അദ്ദഇ അന്ന നുജൂമൽ ലൈലി ലൈസത് തഗൂറു. എന്താ രാത്രിയിലെ നക്ഷത്രങ്ങൾ അസ്തമിക്കാത്തത് എന്ന് ഞാൻ രാത്രിയെ കുറ്റപ്പെടുത്തുന്നില്ല. രാത്രി നീണ്ടു നിൽക്കുന്ന രാത്രിയായി പോയിരിക്കുകയാണ്. ആകാശത്തേക്ക് നോക്കുമ്പോ നക്ഷത്രങ്ങൾ ഉദിച്ചു നിൽക്കുകയാണ്. രാത്രി അവസാനിക്കാത്തതെന്തേ എന്ന് പറഞ്ഞ് ഞാൻ രാത്രിയെ ആക്ഷേപിക്കുന്നില്ല. ലൈലി കമാശാ, എന്റെ മെഹബൂബ് ഉദ്ദേശിച്ചതുപോലെയാണ് എന്റെ രാത്രി. ഫൈലം യസുർ ത്വാലാ വഇൻ സാറ ഫലൈലി ഖസീർ, എന്റെ മെഹബൂബ് എന്നെ സന്ദർശിച്ചാൽ ആ രാത്രി വളരെ സൗന്ദര്യപൂർണമായതുകൊണ്ട്, സന്തോഷദായകമായതുകൊണ്ട് വളരെ പെട്ടെന്ന് ആ രാത്രി തീർന്നു പോകുന്നതാണ്. ഫൈലം യസുർ, എന്റെ മെഹബൂബ് എന്നെ സന്ദർശിക്കാതെ രാത്രി കടന്നു പോവുകയാണെങ്കിൽ ത്വാലാ, രാത്രി നീണ്ടു പോവുകയാണ്. ലൈലി കമാശാ അൽ മഹബൂബ്, മെഹബൂബ് എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അതുപോലെ ആയിരിക്കും എന്റെ രാത്രി. ഫൈലം യസുർനി ത്വാല ലൈലി, എന്റെ മെഹബൂബ് എന്നെ സന്ദർശിച്ചില്ലെങ്കിൽ രാത്രി നീണ്ടു പോകുന്നതാണ്. വഇൻ സാറനി ഖസീർ, അസുറ, എന്നെ സന്ദർശിച്ചു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് ഇത് തീർന്നുപോയി എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലായിരിക്കും. വൽഹാസിലു, ചുരുക്കത്തിൽ, അന്ന ഔഖാത്തൽ ജമാലി വൽ ബസ്തി കുല്ലുഹാ ഖസീറത്തുൻ, സൗന്ദര്യത്തിന്റെയും സന്തോഷത്തിന്റെയും സമയങ്ങൾ മുഴുവനും വളരെ ഹ്രസ്വമായിരിക്കും, ചുരുങ്ങിയതായിരിക്കും. വഔഖാത്തുൽ ജലാലി കുല്ലുഹാ തവീലത്തുൻ, ഗൗരവവും ഗാംഭീര്യവും നിലകൊള്ളുന്ന സമയങ്ങളൊക്കെ തവീലത്തുൻ, ദീർഘമായിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ലൈലത്തുൽ ബറാഅത്ത്, ലൈലത്തുൽ ഖദ്ർ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയവും അതാക്കി മാറ്റാൻ നമ്മൾക്കൊക്കെ ശ്രമിക്കാവുന്നതാണ്. അതാണ് പറഞ്ഞത് ഔഖാതുനാ കുല്ലുഹാ ലൈലത്തുൽ ഖദ്ർ, നമ്മളുടെ സമയങ്ങൾ മുഴുവനും ലൈലത്തുൽ ഖദ്റാണെന്ന് പറഞ്ഞതിന്റെ ഒരു പൊരുളാണ് മഹാനരായ ഇബ്നു അജീബ തങ്ങളുപ്പാപ്പ ഈ സൂറത്തിന്റെ സൂറത്തു ദുഖാനിന്റെ വിശദീകരണത്തിലൂടെ
ലൈലത്തുൽ ബറാഅത്തിനെ വിശദീകരിച്ചതിലൂടെ മഹാനവറുകൾ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ മാസം എന്ന് പറയുന്നത് സ്വലാത്തിന്റെ മാസമാണ്. സ്വലാത്തിന്റെ മാസമായതുകൊണ്ട് സ്വലാത്തിനെ കുറിച്ച് ഒന്ന് രണ്ട് മഹത്വങ്ങൾ പറയാൻ നമുക്കറിയുന്ന കാര്യമാണ്. നമ്മൾക്കൊക്കെ നമ്മളുടെ വഴിയിലൂടെയുള്ള സ്വലാത്ത് ലഭിച്ചവരാണ്. അപ്പൊ അതുകൊണ്ട് സ്വലാത്തിന്റെ മാസമാകുമ്പോ നമ്മൾ അത് അധികരിപ്പിക്കാം. നമ്മളുടെ കലിമത്ത് തൗഹീദാകുന്ന ദിക്റിൽ സകലതും അടങ്ങിയിട്ടുണ്ട്, സലാത്തെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുതിയതായിട്ട് ബറാത്തിന്റെ രാവ് വരുമ്പോ പുതിയ പുതിയ ദുആകള്, അതുപോലെ ദിക്റുകള് ചൊല്ലാനുള്ള ഒരുപാട് വിറുദുകള്, ഇതൊക്കെ നമ്മളെ മുന്നിലെത്തുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണോ ചൊല്ലേണ്ടത്, നമുക്ക് എന്താണോ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നൊരു ബോധം നമുക്കുണ്ടാവണം. അപ്പൊ ആ ദിക്റിലും അതിന്റെ ഫിക്റിലും നമ്മൾ കഴിയേണ്ടതുള്ളൂ. അതാണ് മശായിഖന്മാരോട് കൂടിയവരെ സംബന്ധിച്ചിടത്തോളമുള്ള അദബ് എന്ന് പറയുന്നത്. ഒരു ഗുരുവിൽ നിന്ന് ലഭിച്ച ദിക്റിനെ കുറിച്ച്, അതിന്റെ മഹത്വത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. അതുകൊണ്ടുള്ള അതിന്റെ രഹസ്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ആ ഒരു മഹത്വവും ആ ഒരു ബന്ധവും ഒരു ആത്മാവിലേക്കുള്ള ചേർച്ചയും ഒന്നും നമ്മൾക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ മറ്റുള്ള വഴിയിൽ നിന്ന് പൊതുവെ ഓരോ സമയങ്ങള് മഹത്വമുള്ള സമയങ്ങൾ കടന്നു വരുമ്പോ നമ്മൾ കാണുന്ന ദിക്റിലും വിറുദിലും കിട്ടുകയില്ല. ആ ദിക്റിനും ആ വിറുദിനും പോരിശയില്ലാത്തത് കൊണ്ടല്ല, അത് ലഭിക്കുന്ന സമയത്ത് ലഭിക്കേണ്ടവർക്ക് ലഭിക്കേണ്ടതുപോലെ കിട്ടിയതല്ലാത്തത് കൊണ്ടാണ്. അതൊരു മഹാനിൽ നിന്നാണ് കിട്ടിയതെങ്കിൽ അതിനും ബർക്കത്തുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മഹാന്മാരെ പിടിക്കുന്നത്. മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപ്പാപ്പാന്റെ പേരിലുള്ള സ്വലാത്ത് അൽ ഖുർബു മിനർ റഹ്മാൻ, 10 കറാമത്തുകൾ 10 മഹത്വങ്ങൾ വന്നു ചേരുന്നതാണ്. സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അല്ലാഹുവിനോടുള്ള റഹ്മാനിനോടുള്ള അടുപ്പമുണ്ടാകും. വസിഖലുൽ മീസാൻ, മീസാനിന് ഭാരമുണ്ടാകും. വദുഖൂലുൽ ജിനാൻ, സ്വർഗപ്രവേശനം ലഭിക്കും. വസിയാദത്തുൽ ഈമാൻ, ഈമാൻ വർദ്ധിക്കും. വറഫ്ഉദ് ദറജാതി അലൽ അഖ്റാൻ, ദർജകൾ ഉയരും. വന്നജാതു മിനസ് സബാനിയത്തി, സബാനിയാക്കളായ നരകത്തിന്റെ ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. വദഹാബുൻ നിസിയാൻ, മറവിയെടുക്കപ്പെടുന്നതാണ്. വശഹാദത്തുൽ മലക്കൈനിൽ ലിസ്നാൻ, 2 മലക്കുകളുടെ സാക്ഷിത്വം ലഭിക്കുന്നതാണ്. വദുആഹുമാ ലഹു ബിൽ ഗുഫ്റാൻ, 2 മലക്കുകളുടെ പ്രാർത്ഥനയും അവരുടെ സാക്ഷിത്വവും അവൻ അനുകൂലമായിട്ട് ലഭിക്കുന്നതാണ്. വഔജബത്ത് ലഹു മിൻ സുഖ്തില്ലാഹിൽ അമാൻ, ആ സ്വലാത്ത് അവന് അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് സുരക്ഷിതത്വം അവന് നിർബന്ധമാക്കുന്നതാണ്, സുരക്ഷിതത്വം കിട്ടുന്നതാണ്. വഖാല ഇബ്നു ഫറഹൂൻ എന്നവര് പറയുന്നത്, ഇന്ന ഫീഹി അശ്റു കറാമാത്ത്, വേറെ 10 കറാമത്തുകൾ. ഇഹ്ദാഹുന്ന സ്വലാത്തുൽ മലിക്കിൽ ജബ്ബാർ, അല്ലാഹുവിന്റെ കാരുണ്യമുണ്ടാകും. വസാനിയത്തു ശഫാഅത്തുൻ നബിയിൽ മുഖ്താർ, സ്വലാത്ത് ചൊല്ലിയാൽ മുത്ത് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ഉണ്ടാകും. വസാലിസത്തു അൽ ഇഖ്തിദാഉ ബിൽ മലായികത്തിൽ അബ്റാർ, മലക്കുകളോടുള്ള പിന്തുടർച്ച ഉണ്ടാകുന്നതാണ്. മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് അതുപോലെ തന്നെ ഇവനും ചെയ്തവനെ പോലെയാകും. വറാബിയത്തു മുഖാലഫത്തുൽ മുനാഫിഖീന വൽ കുഫാർ, കാഫിരീങ്ങളും മുനാഫിക്കീങ്ങളായ കാപട്യമുള്ളവരും അവര് സ്വലാത്ത് ചൊല്ലൂല, അപ്പൊ അവരോട് എതിരായവനാകും. വൽ ഖാമിസത്തു
പാപങ്ങൾ പൊറുക്കപ്പെടും. ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും. രഹസ്യവും പരസ്യവും അവന്റെ പ്രകാശിതമാകും. ഉള്ളും പുറവും പ്രകാശിക്കും. അന്നജാതു മിൻ ദാരിൽ ബവാർ, നരകത്തിൽ നിന്ന് രക്ഷ. ദുഖൂലു ദാരിൽ ഖറാർ, സ്ഥിരതയുടെ വീട്ടിലുള്ള അവന്റെ പ്രവേശനം. സലാമുർ റഹീമുൽ ഗഫാർ, റഹീമും ഗഫാറുമായ അല്ലാഹുവിൽ നിന്നുള്ള സലാമും സലാമത്തും അവന് ലഭിക്കുന്നതാണ്. ഹദായിഖുൽ അൻവാർ എന്ന ഗ്രന്ഥത്തില് സ്വലാത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞത് ഫിസ്സലാത്തി വസ്സലാമി അലൻ നബിയിൽ മുഖ്താർ മുത്ത് റസൂലുള്ളാന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഫിസ്സമറാത്ത് ഒരുപാട് ഫായിദകളുണ്ട്. ഇംതിസാലു അംരില്ലാഹി ബിസ്സലാത്തി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നേരത്തെ പറഞ്ഞ ഒരുപാട് മഹത്വങ്ങള്, അതിലേറെ മഹത്വങ്ങള് ഇതിൽ പറയുന്നുണ്ട്. അതില് ഒരു കാര്യം അൽ-ഇക്സാറു മിനസ്സലാത്തി അലൻ നബി, മുത്ത് റസൂലുള്ളാന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ യഖൂമു മഖാമ ശൈഖിൽ മുറബ്ബി, മുറബ്ബിയായ ശൈഖിന്റെ മഖാമിൽ ആ സ്വലാത്ത് നിൽക്കും എന്ന് പറയുന്നുണ്ട് ഇതില്. പക്ഷെ അതിലെന്നെ അതിന്റെ വിശദീകരണമായിട്ട് പറയുന്നത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തെർബിയത്തിന്റെ ശൈഖിനെ കിട്ടിയില്ല എങ്കിൽ അവന് കൂടുതൽ സ്വലാത്ത് ചൊല്ലിയാൽ ഫൈന്നഹു യസിലു ബിഹാ ഇലാ മഖ്സൂദിഹി, അവന്റെ മഖ്സൂദിലേക്ക് അവൻ എത്തിച്ചേരുന്നു. മഖ്സൂദ് എന്താ? അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മഖ്സൂദ് ഒരു ശൈഖിനെ കിട്ടുക, ആ ശൈഖിനെ കിട്ടുക എന്നുള്ള മഖ്സൂദിലേക്ക് അവനെ കൊണ്ടെത്തിക്കാൻ സ്വലാത്ത് ഉപകാരപ്പെടും എന്നല്ലാതെ മഹാനരായ ഇബ്നു അജീബ തങ്ങൾ ഉപ്പാപ്പ വളരെ കൃത്യമായിട്ട് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു വിധത്തിലും സ്വലാത്ത് ശൈഖിന്റെ സ്ഥാനത്ത് നിൽക്കുകയില്ല എന്നുള്ള വിഷയം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പൊതുവെ അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ചില ഇബാറത്തുകൾ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പൊരുളിതാണ്. അതുവഴി സ്വലാത്ത് ചൊല്ലി ചൊല്ലി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പാന്റെ സലാത്തിന്റെ കനം കാരണത്താൽ ഒരു ശൈഖ് മുറബ്ബിയുടെ കരങ്ങളിലേക്ക് അവനെ എത്തിക്കുന്നതാണ്. അതല്ലാതെ സ്വലാത്ത് മതി എന്ന് പറഞ്ഞ് ആരെങ്കിലും നിന്നാൽ അവൻ വഞ്ചിതനായി പോകുന്നതാണ്. സ്വലാത്തിന് അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്. ഓരോ ദിക്റിനും ഓരോ വിർദിനും അതിൻ്റെതായ മഹത്വങ്ങൾ ഉണ്ടാകും. പക്ഷേ ഒരു മുരീദു സ്വാദിഖായ ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം ഹുവൽ മുത്തജിഹു ബികുല്ലിഹി വജുംലതിഹി ഇലല്ലാഹ്, എല്ലാ സമയവും അവൻ പൂർണ്ണമായിട്ട് അല്ലാഹുവിലേക്ക് മുഖം വെച്ചവനാണ്. വഖൽബുഹു ദായിമൻ മുഅല്ലഖും ബിശ്ശൈഖ്, ശൈഖിനോട് എപ്പോഴും അവൻ ബന്ധപ്പെട്ട് നിൽക്കുന്നവനാണ് അവന്റെ ഹൃദയം. ബിസബബി ഇറാദതിഹിൽ കാമില, അവന്റെ പൂർണ്ണമായ ഇറാദത്തിന്റെ കാരണത്താൽ, മുരീദായി പോയതിന്റെ കാരണത്താൽ ശൈഖുമായിട്ട് എല്ലാ സമയത്തും അവന്റെ ഹൃദയം ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ويعد روحانية الشيخ حاضرة معه في جميع الأحوال, എല്ലാ സമയത്തും തന്റെ ഗുരുവിന്റെ റൂഹിന്റേതായ കരുത്ത് തന്റെ കൂടെയുണ്ടെന്ന് അവൻ എപ്പോഴും കരുതേണ്ടതാണ്. ويستخدمه بطريق الباطن ويرى نفسه مع الشيخ,
ഷെയ്ഖ് അകന്ന് നിൽക്കുകയാണെങ്കിലും ആന്തരികമായി തന്റെ ഗുരു തന്റെ കൂടെയുണ്ട്, റൂഹാനിയത്ത് കൊണ്ടുണ്ടെന്ന് അങ്ങനെ നനച്ചുകൊണ്ട് വിചാരിച്ചുകൊണ്ട് വയറാ നഫ്സഹു മഅശ്ശൈഖി കൽമയ്യിതി ബൈന യദൈൽ ഗസ്സാൽ, കഴുകുന്നവന്റെ മുമ്പിൽ മയ്യത്ത് കിടന്നു കൊടുക്കുന്നത് പോലെ തന്റെ ഗുരുവിന്റെ മുഖത്ത് കൂടെയാണെന്ന് എപ്പോഴും അവന് ചിന്തയുണ്ടാവണം. എന്നാൽ എല്ലാ സമയങ്ങളിലും പിശാചിന്റെ ഷർറിൽ നിന്ന് അവന് സുരക്ഷിതത്വം കിട്ടും. നഫ്സുൽ അമ്മാറത്തിന്റെ വസ്വാസുകൾ, പല ചിന്തകൾ നമുക്ക് നൽകുമ്പോ നമ്മളുടെ ഗുരുവിന്റെ ബോധം, നമ്മളുടെ ദിക്റിന്റെ ബോധം, നമ്മൾ മുന്നിട്ടിരിക്കുന്ന നമ്മളുടെ നിയ്യത്തിന്റെ ബോധം, ആ ബോധം നമ്മളെ ആ വസ്വാസിൽ നിന്നും ഷർറിൽ നിന്നും കാവല് നൽകുന്നതാണ്, കിട്ടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മുരീദന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ ശൈഖ് തങ്ങളുപ്പാപ്പ, ജാതിയേരി ശൈഖ് തങ്ങളുപ്പാപ്പാന്റെ ഖദമിലായി, അവിടുത്തെ വഴിയിലായി, മാർഗത്തിലായി എന്നെന്നും നിലനിൽക്കാൻ ഒരു ഷർറും ഒരു വസ്വാസും ബാധിക്കാത്ത മനസ്സ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാമിലായ ദിക്റിനെ കൊണ്ട് നടക്കുന്ന മനസ്സ്, നമ്മളുടെ ശൈഖ് തങ്ങളോടുള്ള ഹുർമത്ത് ലാഹിറിലും ബാത്തിനിലും നിലനിർത്തുന്ന ഒരു കൽബ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നമ്മൾക്ക് ബന്ധപ്പെട്ടവർക്കും നൽകുമാറാവട്ടെ, നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വഴിയിലായി നമ്മെ അങ്ങോളം നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ